ഇതിലിപ്പോൾ നമ്മൾ ക്യാരക്ടർ എന്നും പറഞ്ഞു, ബിഹേവിയർ എന്നും പറഞ്ഞു. ഞാൻ എപ്പോഴും പറയാം ക്യാരക്ടറും ബിഹേവിയറും ഇത് രണ്ടാണ്. ബിഹേവിയറും ക്യാരക്ടറും എന്താ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ബിഹേവിയർ എന്ന് പറയുന്നത് റിയാക്ഷൻ. ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു റിയാക്ഷൻ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, കുറേ കാലം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ക്യാരക്ടറായി മാറും. കറക്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു ക്യാരക്ടർ ഉണ്ടാക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യണം. അതായത് ഞാൻ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ക്യാരക്ടർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ, അതായത് ആ ബിഹേവിയർ കുറേ കാലം ഒരേ കാര്യം പെരുമാറിയാൽ മതി, അത് നമ്മുടെ ക്യാരക്ടറായി മാറും. അപ്പോൾ ഒരാൾ നമ്മളെ വെറുതെ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ നമ്മളെ അനാവശ്യമായിട്ട് നമ്മൾ പ്രൊവോക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല, നോൺ റിയാക്റ്റീവ് ആവുക. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഈ സാധനം വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് പ്രശ്നമായിരിക്കും, പക്ഷേ പിന്നീട് അത് കുറേ കഴിഞ്ഞ് ക്യാരക്ടറായി മാറും. അപ്പോൾ ഈ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നത് നല്ല ഫുഡുകൾ കഴിച്ച് നല്ല ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ബിഹേവിയേഴ്സ്. അപ്പോൾ നമുക്ക് അങ്ങനെ നൈസായിട്ട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.